ഹൈമാവതി കൃഷി ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ ഞാനിപ്പോൾ കുറച്ച് മഞ്ഞളുണ്ട് നടാൻ. കേട്ടാ, ഇത് നടുന്നത് ഇല്ല വെച്ചാൽ കൂർക്കല വാഴ കൂർക്കലില്ലേ, അതിലാണ് നടുന്നത്. കണ്ട, മഞ്ഞൾ മുളച്ച് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഇത് കുറച്ച് വാഴക്കൂർക്കല എടുത്തിട്ട് വാഴക്കൂർക്കലിൻ്റെ ഇവിടെ കൊണ്ടുവച്ചിട്ട് അതിൻ്റെ അകത്താണ് ഞാനിപ്പോൾ ഇവിടെ നടാൻ. ഈ പോട്ടി മിക്സ് ചെയ്ത് ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇതാ പോട്ടി മിക്സ് ചെയ്ത് ആക്കി വെച്ചതായത് ഇതിലാണ് നടുന്നത്. ഉണ്ടല്ലോ, ഇതിപ്പോൾ പോട്ടി മിക്സ് ആക്കി വെച്ചിട്ട് കുറച്ച് ദിവസമായി. ഇനി ഇതിൽ നട എന്ന് വിചാരിച്ചിട്ട് നടുന്നതാണ്. കണ്ടില്ലേ, ഇതേപോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഈ പോട്ടി മിശ്രത്തിൽ എന്തെല്ലാന്ന് വെച്ചാൽ വേപ്പും പിണ്ണാക്ക്, എല്ലുപൊടി, കുമ്മായം, പിന്നെ ചകിരിച്ചോറ്, ഇതെല്ലാം ഇതിനകത്തുള്ളൂ. മണ്ണിന്റെ പരിപാടിയില്ല, മണ്ണില്ലാ കൃഷിയാണ്. നിങ്ങൾ എന്തുകൊണ്ടും വിചാരിക്കേണ്ട, മണ്ണില്ലാത്തവർക്കും നടാം, മണ്ണുള്ളവർക്കും നടാം. നിങ്ങൾ സ്ഥലമില്ലാത്തവർക്കും എവിടെയായാലും നമ്മൾ മുറ്റത്ത് വെച്ചിട്ടായാലും നമുക്ക് നടാൻ പറ്റും. ഒരു വീടുണ്ടെങ്കിൽ അതിന്റെ സൈഡിൽ വെച്ചിട്ടായാലും നമുക്ക് ഒരു 10 പേരുടെ കൃഷി നടാൻ കഴിയും. അതാണ് എനിക്ക് പറയാനുള്ളത്. വാഴേന്റെ കൂർക്കലായത് കണ്ട, ഞാനിപ്പോ ഇതാണ് ഇതിലായിപ്പോ നടാൻ പോകും. കണ്ടല്ലേ, വാഴക്കൂർക്കലയിൽ ഇത് അടിയിലിട്ട് കൊടുത്താൽ പിന്നെ ചകരിക്കുച്ചി ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു. ചകരിക്കുച്ചി ഇനി ഇല്ല, ചകരിക്കുച്ചെല്ലാം നട്ട് കഴിഞ്ഞു. ഇനി ചകരിയേ ഉള്ളൂ. ചകരി പൊളിച്ചിട്ട് ഇടണം, പിന്നെ അതൊന്നും കഴിയില്ല. അതുകൊണ്ട് വാഴക്കൂർക്കലയിൽ ഇടാന്ന് വിചാരിച്ചിട്ടാണ്. ഇത് ഇഷ്ടംപോലെ ഉണ്ട് വളപ്പിൽ. ഇനി പിന്നെ വാഴത്തടയിലും ആക്കാൻ പറ്റും. വാഴത്തടിയും ഉണ്ട്. തട വെച്ച് മുറിച്ചിട്ട് കഷ്ണം കഴിച്ചിട്ട് ലേശം ഒന്ന് ബാറ്റി കിട്ടിയാൽ നല്ലതാണ്, രോഗങ്ങൾ കുറയും. അത് പച്ചയിലാകുമ്പോൾ ചീനിട്ടാകുമ്പോൾ എന്തെങ്കിലും ഇടങ്ങാറ് വരും. ഇതിപ്പോൾ അതൊന്നുമില്ല. ഞാനിപ്പം ഇതിപ്പോൾ ഇത്തിരി പോലെ നിറച്ചു. ഇനി ഇതിനകത്ത് വാരി നിറക്കട്ടെ. കണ്ടില്ലേ, ഇതിനകത്ത് ഇനി പിന്നെ ഇതാണ് നടുന്നത്. കണ്ടില്ലേ, ഇതേപോലെ ഇതാണ് ഇതിപ്പം നിറച്ച് നടുന്നത്. കണ്ടല്ലോ, ഇത് ഇനിയിപ്പോൾ ഇതിനകത്ത് നിറക്കട്ടെ. ഇത് ഞാൻ തറച്ചിട്ട് ഇടുക. അതിന് വാഴക്കൂർക്കല വലിയ ഇലയാണ്. അത് തെരച്ച് വെക്കുന്നതിനെ കിടന്നാൽ തറച്ചിട്ടാൽ വേഗം അത് അമിഞ്ഞ് വളായിക്കോളും. മറ്റേതാകുമ്പോൾ കുറച്ച് താമസം പിടിക്കും ചുറ്റി വെക്കുമ്പോൾ. ഇതിപ്പോൾ ഇങ്ങനെയാകുമ്പോൾ എന്ന് വെച്ചാൽ വേഗം ഉണങ്ങി പൊടിഞ്ഞോളും. വെള്ളം പോകുമ്പോൾ വേഗം പൊടിഞ്ഞ് വളമായിട്ട് മാറും. ഇത് നല്ല വളമാണ്. നമ്മൾ പച്ചക്കറി നടാനും മഞ്ഞൾ കൃഷി എല്ലാ കൃഷി ചെയ്യുന്നതിനും നമ്മൾ വാഴ നല്ല ഒരു മുൻപന്തിയിൽ നിൽക്കും. മഴ, ചകരി എല്ലാം നമുക്ക് വേണ്ടാത്തതൊന്നുമില്ല. എല്ലാം വളങ്ങളും നമ്മളെ പറമ്പത്തുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് ആവശ്യമാണ്, കൃഷിക്ക് ആവശ്യമായിട്ട് വരുന്നതാണ്. അതുകൊണ്ട് നമുക്കൊന്നിനും ബുദ്ധിമുട്ടില്ല. വേഗം കുറച്ച് കമ്പോസ്റ്റ് വളാക്കാനും എല്ലാവരും വേണം. നമുക്ക് ഇലകളും ഇതും വേണം. ഉണ്ടല്ലേ, ഇതുപോലെ 2 എണ്ണം ഞാൻ ഇടാക്കി വെച്ചു. ഇനിയിപ്പോൾ ഇതൊന്ന് ഞാൻ നട്ട് കാണിച്ചു തരാം. ഇത് കണ്ട ഇതേപോലെ ഞാനിപ്പോൾ ഇതിവിടെ ആ മുള പൊന്തിച്ച് വെച്ചിട്ടാണ് നടുന്നത്. 2 എണ്ണം വെച്ചിട്ടാണ് നടുന്നത്. അത്രയും നടുന്നില്ലോ. 2 എണ്ണം വെച്ചിട്ടാണ് നടുന്നത്. 2 എണ്ണം വെച്ച് നട്ടു. ഇത് കണ്ടില്ലേ, ഇതെനിയിപ്പോൾ ഇതിനും 3 എണ്ണം നടാം. ഇത് വലിയതല്ലേ, ഉണ്ടല്ലേ. ഇത് 3 എണ്ണം നടുന്നുണ്ട്. 2 എണ്ണം നട്ടാലും മതി. പിന്നെ നമുക്ക് ഇഷ്ടംപോലെ വിത്തുണ്ട്. അതുകൊണ്ട് നമ്മൾ ലേശം ഒന്ന് അടുപ്പിച്ച് നടുന്നതാ. ഉണ്ടല്ലേ, ഇതിപ്പോൾ 3 എണ്ണം നട്ടുവിടാം. മറ്റേല് 2 നട്ടില്ല, ചെറുതാണ് വേഗ്. ഇത് വലുതാണ്. ഇനിയിപ്പം കുറച്ച് കഴിയുമ്പോൾ ഇത് കുറയുമ്പോൾ നമുക്ക് പിന്നെ ആദ്യം നമുക്ക് മണ്ണ് കുറച്ചിട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് മണ്ണും വളവും എല്ലാം ഇങ്ങനെ എല്ലാം കൂടി കുഴച്ചിട്ട് കുറച്ച് ഇലയും എല്ലാം കൂടി ആക്കിയിട്ട് നമുക്ക് ഒരു ദിക്കിൽ ഇട്ട് വെക്കാം. എന്നാൽ ഇത് വേഗം വാരിയിടാൻ നല്ല വളവും ആവും. കുറച്ച് കമ്പോസ്റ്റ് പോലെ ആക്കി വെക്കാം. കുറെ കാടെല്ലാം ബാക്കിക്കൊണ്ടുവന്ന് അതിൽ കുറച്ച് പിന്നെ ഇതെല്ലാം വാരിയിട്ട് എല്ലാം കൂടി ആക്കിയിട്ട് നമുക്ക് ശേഷം വെള്ളമെല്ലാം കുടഞ്ഞിട്ട് നമുക്ക് പൊടിച്ച് വെക്കാം. എന്നാൽ ഇനിയിട്ടേന് ഇടാൻ നല്ല സുഖം. അത് ഞാൻ പൊടിക്കുന്നത് കാണിച്ചു തരാം. അത് ഇടുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിപ്പോൾ ഇങ്ങനെ നടന്ന് ഇനി ഇതിനകത്ത് ഇടേണ്ട ഇത് പോയി. ഇതിനിപ്പോൾ ഇതിൻ്റെ അകത്ത് ഇടേണ്ട ഇതാണ്. ഇപ്രാവശ്യം ബാഗ് മേടിച്ചിട്ട് തോറ്റ് വലിച്ചടിച്ചു പോയി.
ലേശം വേഗം പൊട്ടി കീറിപ്പോന്നു പഴയ ബാഗ് വാങ്ങിയിട്ട്. അതുകൊണ്ട് ഒന്നിനും പറ്റുന്നില്ല. ബാഗ് ലേശം ഒന്ന് മുട്ടിപ്പോയെങ്കിൽ അത് പൊളന്നു പോകും. എത്ര വേഗം ഇന്ന് കീറിയെന്നറിയാം. പുതിയ വേഗം ഇക്കൊല്ലം വാങ്ങിയിട്ട് ഒരിക്കൽ നട്ടിട്ടേ ഉള്ളൂ. ഉണ്ട്. ഇതുപോലെ നമ്മൾ നട്ട് കൊടുത്താൽ നമുക്ക് നല്ല വിളവ് കിട്ടും. ഒന്നിന് തന്നെ നമുക്ക് നല്ല വിളവ് കിട്ടും. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ ചാണകം വെള്ളം എല്ലാം കൂടി കുറച്ച് സീമക്കൊന്നി എല്ലാം കൂടി ആക്കി വെച്ചിട്ട് നല്ല വളമിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലോണം നന്നാവും. ഇനി കുറച്ച് സീമക്കൊന്നേൻ്റെ തോല് വെച്ച് കൊടുക്കണം മേലെ. എന്താ ഉണ്ടല്ലേ. കുറച്ച് ബാറ് കൊടുത്തൂടെ. ബാറ് കൊടുക്കുമ്പോൾ ഇതങ്ങ് പൊട്ടിപ്പോവും. പിന്നെ ഈ ബാഗ് കളയണ്ടേന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇതിൽ നടുന്നില്ലെങ്കിൽ നേരെ സിമെന്റ് ആക്കുന്നുണ്ട്, അതിൽ നട്ടാൽ മതി. പക്ഷെ ഞാനിപ്പം ഇത് ഉണ്ടല്ലോ, ഇത് കളയാണ്ട് വെറുതെ ഇരുന്നതിൽ വേറെ ഒരു പ്രാവശ്യം കൂടി നട്ട് കിട്ടിയാലേ അത്ര ആയില്ലേന്ന് വിചാരിച്ചിട്ടാ. ഇപ്പം 3 എണ്ണം നട്ടു ഞാൻ. ഇനിയിപ്പം ഒന്നും കൂടി നട്ടേ. 3 എണ്ണം നട്ടു. ഇനി ഞാനെല്ലാം നട്ടിട്ട് നിങ്ങളൊക്കെ ഇതിപ്പോൾ കണ്ടല്ലോ നിങ്ങൾ. ഇതാ കണ്ടാ, ഇതിപ്പോൾ 6 ബാഗിലെയാണ് മഞ്ഞൾ നട്ടിട്ടുണ്ട്. കണ്ടാ, ഇതാ മഞ്ഞൾ. ഇത് മുള ചെയ്താ കണ്ടാ, ഇത് കണ്ടാ. അത് ബാക്കിയൊന്നും ഞാൻ പുറത്താക്കിയിട്ടില്ല. പുറത്ത് വരുന്നുണ്ട്. അത് വെള്ളം നനക്കുമ്പോൾ പുറത്ത് വരും. അതുകൊണ്ട് അതങ്ങനെ വെച്ചിട്ടില്ല. ഇത് കണ്ടല്ലോ. ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം, ഗുഡ് ബൈ. എല്ലാ മക്കൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. നന്ദി, നമസ്കാരം. എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് തരുക. നിങ്ങളെ ഇതാണ് എൻ്റെ മുന്നോട്ടുള്ള യാത്ര. അവിടെ നിങ്ങളെല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. എനിക്ക് അത്രേ പറയാനുള്ളൂ. ലൈക്ക് അടിക്കുക, ഹൈപ്പ് അടിക്കുക. ഇതിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും തരുന്നതിന് നന്ദി, നമസ്കാരം, ഗുഡ് ബൈ. ഹൃദയം നിറഞ്ഞ ആശംസകൾ. നന്ദി, നമസ്കാരം.